ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ മാവേലി സ്റ്റോറുകൾക്കും ആയുർവേദ ആശുപത്രി, കൃഷിഭവൻ തുടങ്ങിയവയ്ക്കെല്ലാം കെട്ടിടം പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കായി. കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി തുടരുന്നു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളുടെ ചോദ്യമാണിത്. കൃഷിഭവൻ, മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം എപ്പോൾ ആരംഭിക്കും? മാവേലി സ്റ്റോറുകൾക്കും ആയുർവേദ ആശുപത്രി, കൃഷിഭവൻ തുടങ്ങിയവയ്ക്കെല്ലാം കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടിവിടെ. 13-ാം ബ്ലോക്കിലും 9-ാം ബ്ലോക്കിലും ഓരോ LP സ്കൂൾ കെട്ടിടവും, എല്ലാ ബ്ലോക്കുകളിലും സാംസ്കാരിക നിലയങ്ങൾക്കുള്ള കെട്ടിടങ്ങളും പൂർത്തിയായവയിൽ പെടുന്നു. എന്നാൽ ഇവയിൽ ഒന്നും ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതല്ലാതെ പുനരധിവാസ പാക്കേജിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരംഭിക്കാൻ ഇതുവരെ ആയിട്ടില്ല. 80 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് പദ്ധതിയിൽ മാത്രം ഇവിടെ നടത്തിയിട്ടുണ്ട്. പുനരധിവാസ മേഖലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ സ്ഥാപനങ്ങൾ ഇവിടെ അത്യാവശ്യമാണ്. എന്നാൽ ഒരു മൊബൈൽ മാവേലി സ്റ്റോർ അല്ലാതെ മറ്റൊന്നിന്റെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഉദ്ഘാടനം ചെയ്യപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണിന്ന്. പല കെട്ടിടങ്ങളുടെ സൈഡുകളിലും കാടുകൾ വളർന്നു നിൽക്കുന്ന അവസ്ഥയുമായി. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ, ഓരോ വകുപ്പുകൾക്കും പേരെടുക്കാൻ കഴിയുന്ന തരത്തിൽ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നതും കാണാൻ കഴിയും. കിഫ്ബി പദ്ധതിയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും ഹോസ്റ്റൽ കെട്ടിടങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ഇവയൊക്കെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു എന്ന് സംശയം നിലനിൽക്കുന്നു. പുതിയതായി ചുമതലയേറ്റ സംസ്ഥാന പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം വിഷയങ്ങൾ എത്തിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പുനരധിവാസ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. പുതിയതായി ചുമതലയേറ്റെടുത്ത പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഈ വിഷയത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയാണ് ഇവിടത്തുകാർക്കുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആർളഫാം ആദിവാസി പുനരധിവാസ മേഖലയിലെ 7-ാം ബ്ലോക്കിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ കെട്ടിടം ഇവിടെ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനായി പാൽ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടമാണ്. ഇതുപോലെ 80 കോടി രൂപയുടെ കെട്ടിടങ്ങൾ, നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തായി കൃഷിഭവൻ, സാംസ്കാരിക നിലയം, അതോടൊപ്പം തന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, അതിനായിട്ടുള്ള കെട്ടിടം, LP സ്കൂളിനായിട്ടുള്ള 2 കെട്ടിടം 13-ാം ബ്ലോക്കിലും 9-ാം ബ്ലോക്കിലുമായി നിർമ്മിച്ചിരിക്കുന്നു. MRSനായിട്ടുള്ള കെട്ടിടവും കിഫ്ബി പദ്ധതിയിൽ ഇവിടെ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു കെട്ടിടത്തിലും ഒന്നും തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പുതുതായി വരുന്ന മന്ത്രി, പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവിന് മുമ്പാകെ ഇവർ പറയുന്നത്, ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളിൽ എന്തിനാണോ നിർമ്മിച്ചത് അതുപോലെ ആ സ്ഥാപനം തന്നെ അവിടെ ആരംഭിക്കാനുള്ള തുടക്കം കുറിക്കാൻ മന്ത്രിക്കാവണം. അതിനുള്ള ഇടപെടൽ മന്ത്രി നടത്തണമെന്നാണ്. ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ആർളഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.